ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരാഴ്ചത്തേക്കിന് ഞാൻ കല്യാണം കൂടാൻ പോയേച്ച് വന്നപ്പോഴത്തേക്കിന് നമ്മുടെ പല ചെടികളും പല പാത്രങ്ങളിലും ചെടികളൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെടികളെല്ലാം ഉണങ്ങിപ്പോയൊരു പാത്രമാണിതേ. ഇതിനകത്ത് നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ പാൽച്ചീരയാണ്. ഇപ്പോൾ പാൽച്ചീരയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനെ കണ്ടാൽ പാൽച്ചീരയാന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്ത് പോലുമില്ല. അപ്പം നമുക്ക് ഇതുപോലെ ചെടികൾ നിന്ന് വളർന്ന് ഉണങ്ങിപ്പോകുകയോ അല്ലെങ്കിൽ വളർച്ചയെല്ലാം മാറിയതിന് ശേഷം നമുക്ക് അടുത്ത ചെടികൾ ഇതേ പാത്രത്തിനകത്ത് എങ്ങനെ നമുക്ക് നട്ടു വളർത്തി ശരിയാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എന്നെ പോലെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലും ടെറസിലും ഇതുപോലെ ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും ഒക്കെ ചെടികൾ വളർത്തുന്നവർക്കുണ്ടാകുന്ന ഒരു വലിയ സംശയമാണ്. അതേപോലെ തന്നെ അവർ പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേ പാത്രത്തിനകത്ത് വീണ്ടും ചെടികൾ വളർത്തുമ്പോൾ വളർച്ച കിട്ടാതിരിക്കുകയും ചെറിയ ചെറിയ കായ്കൾ ഉണ്ടാകുകയും പൂക്കൾ ഉണ്ടാകാതിരിക്കുകയും അങ്ങനെ പല പല കാര്യങ്ങൾ ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കൃഷി ചെയ്തങ്ങോട്ട് കയറി വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അതിനെല്ലാം ഒരു പരിഹാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ പാത്രത്തിനകത്ത് നിൽക്കുന്ന ഈ ചെടിയെയൊക്കെ നമുക്കൊന്ന് മുറിച്ചു മാറ്റണം. കാരണം ഇതിനകത്തെല്ലാം നല്ലതുപോലെ ചീരവിത്തുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനകത്തുനിന്ന് ഇതിനെ മുറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളാണെങ്കിലും ചീരയൊക്കെയാണ് പിടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ അത് പാകമാകുമ്പം അതിനകത്തുനിന്ന് വിളവ് കിട്ടുന്നത് കുറഞ്ഞു പോകുന്ന അവസരത്തിൽ അതിൻ്റെ തണ്ടുകൾ മുറിച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വിത്തുകളെ വേർതിരിച്ചെടുക്കുകയും ചെയ്യാം. എൻ്റെ ഇതിനകത്തുനിന്ന് ചീരകൾ അങ്ങോട്ട് ചീരയുടെ മുകൾ ഭാഗം ഉണങ്ങിയ ഭാഗം മുറിച്ചിടുവാണേ. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു അരിപ്പയിലേക്കാണ് മുറിച്ചിടുന്നത്. അതുകൊണ്ട് തന്നെ അതെ ഇതൊന്ന് ഇളക്കുമ്പോൾ ഇതിനകത്തോട്ട് ചീരവിത്ത് ഇറങ്ങി വരുന്ന കണ്ടോ, കുറേശ്ശെ വരുന്നത്. ഇത് മുഴുവനും ഞാൻ മുറിച്ചിട്ടതിന് ശേഷം കാണിക്കാവേ. എല്ലാം എടുത്ത് മുറിച്ച് ചെറുതായിട്ട് ഇട്ടിട്ടുണ്ടേ. ഇതിനകത്തോട്ട് കണ്ടോ വിത്തുകൾ വീഴുന്ന കണ്ടോ. ഇത് കുലുക്കുന്നതിനനുസരിച്ച് ഇതിനകത്തേക്ക് അടന്ന് വീഴുന്ന വിത്തുകൾ വലിയ തരിയൊന്നും ഇല്ലാതെ തന്നെ ഈ താഴേക്ക് വീണ് കിട്ടും. അത് നമുക്ക് വേണമെങ്കിൽ പാകി മുളപ്പിച്ച് പുതിയ തൈ ഇനിയിപ്പോൾ കുറച്ച് നാളുകൂടെ ഏതായാലും മഴയില്ലാത്ത സമയം കാണും. ആ സമയത്ത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ചീര നല്ല പോലെ. ഈ പാത്രത്തിനകത്ത് കണ്ട പുല്ലും കാടും കളകളും ഒക്കെ ഉണ്ട്. അതെല്ലാം നമുക്കൊന്ന് പറിച്ചു മാറ്റണം കേട്ടോ. അപ്പോൾ പറിച്ചു മാറ്റി ഇതിനെ ശരിയാക്കണം. അതിന് മുന്നേ തന്നെ ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്നാണെന്നറിയോ, ഇത് കുറച്ച് ഡോളമൈറ്റ് ആണേ. നമ്മൾ ഇതിനകത്ത് ഒരു 2-3 തവണ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഡോളമൈറ്റ് ഒരു പിടി ഇതിനകത്തേക്ക് ഇടുവാണ്. ഡോളമൈറ്റോ നിങ്ങൾക്ക് കുമ്മായമോ ഇട്ട് കൊടുക്കാം. കുമ്മായമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഒരു കുമ്മായം ഇട്ട് ഇതിനെ മിക്സ് ചെയ്തൊക്കെ എടുത്തു കഴിയുമ്പം ഒരു 10 ദിവസത്തേക്കിനെങ്കിലും ഇതിനെ ഇതേപോലെ കാലിയായിട്ടിടണം. ഉടനെ നമുക്ക് ചെടികൾ നട്ടുപിടിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്കറിയാം എൻ്റെ ഇവിടെയുള്ള പച്ചമുളക് ഇനി ഒന്നും തന്നെ ഇല്ലെന്ന് പറയാം കേട്ടോ. അതേപോലെ നഷ്ടപ്പെട്ടിരിക്കുവാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചമുളക് കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ചെടികളെ നട്ടുപിടിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഡോളമൈറ്റ് ഇട്ടിട്ടാണ് ഇതിനകത്തെ കളകളെ പറിച്ചെടുക്കുന്നത്. അപ്പോൾ അത്രയും കൂടെ അവരങ്ങോട്ട് ഇളകി ചേർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ഇതിനകത്തെ പുല്ലും കാടും എല്ലാം പറിച്ചു മാറ്റിയതിന് ശേഷം കാണിക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഡോളമൈറ്റ് ഇട്ടതാണല്ലോ, ഈ മണ്ണ് നമുക്കൊന്ന് കുത്തിയിളക്കാം. ഇത് പിക്കാസ് പോലത്തെ ഒരു സാധനമാണ്, ചെറിയ രൂപത്തിലുള്ള പിക്കാസ്. ഇതിൻ്റെ ഒരറ്റം കൂർത്തതും ഒരറ്റം കുറച്ചും കൂടെ വീതിയുണ്ട്. എന്നാൽ നമ്മുടെ തൂമ്പാട് അത്രയും വീതിയൊട്ടില്ലതാണ്. അപ്പം നല്ല പോലെ മണ്ണ് ഇളക്കാനായിട്ട് നല്ലത് ഈ പിക്കാസ് പോലത്തെ സാധനമാണ്. നല്ല ആഴത്തിൽ നമ്മൾ ഒന്ന് കൊത്തുമ്പോൾ തന്നെ കുറച്ച് ആഴത്തിലേക്ക് മണ്ണ് ഇളകും. ശരിക്കും പറഞ്ഞാൽ കണ്ടത് ഇത് നമ്മൾ വാരിയിട്ട് നിറച്ചിരിക്കുന്ന മണ്ണാന്ന് പറഞ്ഞാലും ഇതിനകത്ത് മണ്ണ് നല്ലതുപോലെ ഉറച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ കണ്ടോ ഇങ്ങനെ മണ്ണ് വെറുതെ കൊത്തി ഇളക്കുവാണേ, വേറൊന്നും ചെയ്യുന്നില്ല, കൊത്തി ഇളക്കൽ മാത്രമേ ഉള്ളൂ. പിക്കാസ് കൊണ്ട് കുത്തുമ്പം നമുക്ക് ആഴത്തിലാണല്ലോ വരുന്നത്. അതേപോലെ പിക്കാസ് കൊണ്ട് മണ്ണ് ഇളക്കിയതിന് ശേഷം ഞാൻ ചെയ്യുന്നത് അതെ ഈ തൂമ്പ കൊണ്ട് ഇതിനകത്തെ മണ്ണിനെ നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി ചേർക്കുവാണേ. അപ്പം നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം. ഇതിനകത്ത് ഇപ്പം സ്ഥിരമായിട്ട് അല്ലെങ്കിൽ 1-2 പ്രാവശ്യം ചെടികൾ വളർന്നതാണെങ്കിൽ ആ മണ്ണിനകത്തെ വളവും അവർക്ക് വേണ്ടുന്ന പോഷകങ്ങളും എല്ലാം ഈ ചെടികൾ വലിച്ചെടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലെ മണ്ണ് സെറ്റാക്കുന്ന അവസരത്തിൽ ഇതിനകത്തോട്ട് ഈ മണ്ണിനകത്തോട്ടേ ആദ്യം നമ്മൾ ഡോളമൈറ്റ് ഇട്ടതല്ലേ, ഇനി ഇതിനകത്തോട്ട് ഞാൻ കൊടുക്കുന്നത് കുറച്ച് എല്ലുപൊടിയാണേ. എല്ലുപൊടി ആയാലും വേപ്പിൻ പിണ്ണാക്കായാലും ഇത് മാറിപ്പോയി വേപ്പിൻ പിണ്ണാക്കായിപ്പോയി കേട്ടോ. അപ്പോൾ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇടുക.
വേപ്പിൻ പിണ്ണാക്കിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ എല്ലുപൊടി ഇടാം. വേപ്പിൻ പിണ്ണാക്ക് ഒരു പിടിയിൽ ഒരു കാരണവശാലും കൂടുതലായി പോകരുത്. ഇതെല്ലാ ഭാഗത്തും ഒരിച്ചിരി വരത്തക്ക രീതിയിൽ എല്ലുപൊടി ഇട്ടിട്ട് ഇനി ഞാൻ ഈ മണ്ണിനെ ഒന്നുകൂടെ കൂട്ടി ഇളക്കുവാണേ. അപ്പം ഇതേപോലെ എല്ലുപൊടിയും നീ ഇപ്പം എന്നോട് ചോദിച്ചേ എല്ലുപൊടിയുടെ കാര്യമല്ലേ? നമ്മൾ സാധാരണ വളക്കടയിൽ പോയിട്ടാണ് മേടിക്കുന്നത്. ഇതിപ്പം ഞാൻ എൻ്റെ സൗകര്യത്തിന് ഇപ്പം ഈ കുറച്ച് ഒരു ചെടിയുടെ ചോട്ടിലോട്ട് ഒരു കുറച്ച് എല്ലുപൊടി ഇടാനാണെങ്കിൽ ആപ്റ്റക്കിന്ന് കണ്ടപ്പം ഞാൻ ശകലം മേടിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ. അവരുടെ എല്ലുപൊടിക്ക് കുറച്ചും കൂടെ വളക്കടയിൽ നമ്മൾ വാങ്ങിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വളക്കടയിൽ നിന്നാണേ. അപ്പോൾ അവിടെ നിലവാരമുള്ള സാധനം തന്നെയാണ് തരുന്നത്. അപ്പം നമ്മളിതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ മണ്ണിനെ ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചേർക്കാൻ ഒരു സാധനം കൂടെ ഉണ്ടേ, ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തേക്ക് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് സ്റ്റെറാമീലാണേ. സ്റ്റെറാമീൽ എന്ന് പറഞ്ഞാൽ വെറും ഒരു ജൈവവളം വളക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. സ്റ്റെറാമീലും സൂപ്പർ മീലും എല്ലാം ഏകദേശം ഒരേപോലെയാണ്. ആനിമീലെന്നും എല്ലാം പറഞ്ഞത് നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അത് മേടിച്ചാൽ മതി. അപ്പം ഞാൻ അതും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് ചെയ്യുന്നത് എന്നാണെന്നറിയോ? ഇത് കുറച്ച് മൈക്രോന്യൂട്രിയൻസാണ്. മൈക്രോന്യൂട്രിയൻസ് ഒരു 1/2 സ്പൂണ് വെള്ളത്തിനകത്ത് കലക്കിയതാണേ. അത് ഞാൻ ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തളിച്ചു കൊടുക്കുവാണേ. മൈക്രോന്യൂട്രിയൻറ്റും എല്ലാം ഇതിനകത്ത് തീർന്നു പോയി കാണും. ഇതിനകത്ത് സ്ഥിരമായിട്ട് ചെടികൾ വളർന്നുകൊണ്ടിരുന്നതല്ലേ, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇനി ഈ മണ്ണിനെ ഒന്നും കൂടെ കൊതഞ്ഞ് ഇളക്കി ചേർക്കുക കേട്ടോ. നല്ല മണ്ണിളക്കം വേണം. ഇപ്പം എന്തേ മണ്ണിളകുന്നുണ്ടോ? ഇതുപോലെ തൂമ്പ വെച്ചാൽ തന്നെ മണ്ണിളകും. ഒരു കുറച്ച് ആഴത്തിൽ ഇതേപോലെ എത്തിയാൽ മതി. മുഴുവൻ വേണേലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ഈ സാധനങ്ങളെല്ലാം ഇട്ട മണ്ണിനെ ഇളക്കി ചേർത്ത് സെറ്റാക്കി. കണ്ടോ? ഇനി നമുക്കിതിനകത്തേക്ക് ചെടികൾ നടാറായിട്ടുണ്ടേ. അപ്പം ഞാനിതിനകത്തോട്ട് നടുന്നത് എന്നാന്ന് കാണിച്ചു തരാം. ഈ വളങ്ങളും മൈക്രോന്യൂട്രിയൻസും എല്ലാം മിക്സ് ചെയ്തിട്ടിരിക്കുന്ന മണ്ണാണേ. ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കണം. കാരണം ഇപ്പം വരൾച്ചയും ചൂടെന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണേ. അപ്പം നമുക്കിതൊന്ന് നല്ലതുപോലെ നനച്ചു കൊടുത്തിട്ട് വെച്ച് തുടങ്ങാം. ഇതെല്ലാം ചെയ്തതിന് ശേഷം നനച്ചു കൊടുക്കുവാണേ. അപ്പം ഇങ്ങനെ ഇതിപ്പോൾ സമയം എന്ന് പറയുന്നത് ഒരു 10 പോലത്തെയൊക്കെ സമയമായിട്ടുണ്ട്. ഭയങ്കര ചൂട് കാലാവസ്ഥയുമാണല്ലോ. അപ്പം നമ്മളിത് ഇതിനകത്ത് വെള്ളം എല്ലാം ഒഴിച്ച് നനച്ചു. ഇനി ഇതിനകത്ത് നിന്നതെന്ന് പറയുന്നത് ചീരയായിരുന്നേ. അപ്പം ചീര ആയതുകൊണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഉടനെ ചീരയല്ല നടുന്നത്, മുളകാണ് നടുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, ഇതേപോലത്തെ പെട്ടിക്കകത്ത് ഞാൻ നടുന്നത് എപ്പോഴും 1, 2, 3 ഒരു സൈഡിൽ 3 ഭാഗത്ത് നടുവേ. അപ്പം നമ്മളിത് ഇതുപോലെ മണ്ണൊന്ന് മാറ്റിയിട്ട് ഇതിനകത്തോട്ട് നടുക. അപ്പം ഞാൻ 2 ചെടി വീതം ഒരുമിച്ച് വെച്ചിട്ടാണ് നടുന്നത്. കാരണം ഒന്നിന് എന്തെങ്കിലും സംഭവിച്ചാലും ഒരെണ്ണം അവിടെ നിന്നോളും. അപ്പോൾ ഒന്ന് അവിടെ എടുത്തിട്ട് ഒന്ന് ഞാൻ ഇവിടെയാണ് എടുക്കുന്നത്. അപ്പം 2 പിന്നെ ദേ ഇവിടെ കൂടി എടുക്കും കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ അടുപ്പിച്ചൊക്കെ നടുമ്പോൾ ഓർത്തോണം, കൃത്യമായി വെള്ളം നനയ്ക്കാനും മറന്നു പോകരുത്. അതുപോലെ ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും വളവും കൊടുക്കണം. നമ്മൾ ഇതിനൊക്കെ കൊടുക്കുന്ന വളം ഏതാണെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇപ്പം ഈ വീഡിയോ ആണ് കാണുന്നത്. അപ്പം മുളകിൻ്റെ കാര്യങ്ങൾ അറിയാൻ മേലെങ്കിൽ നിങ്ങൾ ചില്ലി ജാസ്മിൻ അടിച്ചു കൊടുത്തിട്ട് നോക്കിയാൽ നമ്മൾ ഇതേപോലെ ഏകദേശം എല്ലാ പച്ചക്കറികളും, പിന്നെ ഞാൻ ഇതിനകത്ത് ഇടാത്തതെന്ന് പറയുന്നത് 2-3 ഇനം പച്ചക്കറികളെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ അധികം താമസിയാതെ തന്നെ നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പോൾ ഇതുപോലെ കൃഷി ചെയ്യാനായിട്ട് വീഡിയോ ഒക്കെ നോക്കി ചെയ്യുന്ന തുടക്കക്കാരുണ്ടല്ലോ. അപ്പോൾ തുടക്കക്കാരാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്കകത്ത് കാണുവാണെങ്കിൽ ഒരു മണ്ടത്തരവും പറ്റാതെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്ത് സാധനങ്ങൾ ഏത് വളം സ്പ്രേ ചെയ്യുമ്പോഴും എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത് തന്നെ വേണ്ടതിനേക്കാളും കുറച്ചളവ് കുറച്ചാണ്. അതിനേക്കാളും കുറച്ചും കൂടെ കുറച്ചേ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്ത് നോക്കുമ്പം ചെടിയിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂ. കാരണം നമ്മൾ അത്തരത്തിലുള്ള വളങ്ങളായാലും എന്ത് സാധനമായാലും നേരിട്ട് ഇലകളിലേക്കാണ് കൊടുക്കുന്നത്. അപ്പം കട്ടി കൂടിയ വളമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇലകൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും അളവ് കുറച്ച് ചെയ്ത് നോക്കുക. ആ അളവിൽ കുഴപ്പമില്ല എന്ന് മനസ്സിലായാൽ അതേ അളവിലോ അതിനേക്കാൾ ഇച്ചിരി കൂടെ കൂടുതൽ അളവിലോ അതൊക്കെ നമ്മുടെ ഒരു തന്മയത്വത്തിന്റെ ഭാവമാണ് അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ മുളകിന് നട്ടു കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്നാണെന്നറിയോ? അപ്പം ഇതിനകത്ത് ഏതെങ്കിലും തട്ടുകേട് വന്ന് പോകുവാണെങ്കിൽ നമുക്കൊന്ന് മാറ്റി നടാനുള്ള 2-3 തൈകൾ സ്പെയർ ആയിട്ട് നമ്മൾ സൂക്ഷിക്കുകയും വേണം ഇതിനൊപ്പം. ഇനി ഇതെല്ലാം ശരിയായി വരുവാണെങ്കിൽ ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിനകത്തേക്ക് നട്ടു കൊടുക്കുകയും ചെയ്യാം. അപ്പം നമ്മൾ ഈ ചെടികളൊക്കെ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം വേനൽക്കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ചൂടുള്ള സമയമാണ്. നമ്മളാണെങ്കിൽ ടെറസയിലാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അപ്പം ടെറസിന് വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. പച്ചക്കറി ചെടികൾക്കെല്ലാം തന്നെ നല്ല പോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം ചെടികൾ വളർത്താൻ. അപ്പം ടെറസിൽ വളർത്തുമ്പോൾ ഒരു ലോഭവും ഇല്ലാതെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ് സൂര്യപ്രകാശം. അപ്പം ഇവിടെയും
നല്ല പോലെ സൂര്യപ്രകാശം കിട്ടുന്നുണ്ട്. പക്ഷേ വേനൽക്കാലത്ത് സൂര്യപ്രകാശത്തിന് ചൂട് കൂടുതലാണ്. അപ്പം നമ്മൾ ഇതുപോലത്തെ കുഞ്ഞു ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചാൽ, കുഞ്ഞു ചെടികളെന്നല്ല വലിയ ചെടികളായാലും ഈ ചെടികൾക്ക് ചുവട്ടിൽ നല്ലതുപോലെ പുതയിട്ട് കൊടുക്കണം. പച്ചിലകൾ ഉപയോഗിച്ചോ ഉണങ്ങിയ ഇലകൾ ഉപയോഗിച്ചോ കടലാസോ കാർഡ്ബോർഡോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പം ചെയ്യുന്നത് ഈ ഉണങ്ങിയ ഇലകളാണ്. അത് ഈ മിറ്റ അടിച്ചു വരുമ്പോൾ നമ്മൾ ഇതുപോലെ വാങ്ങി കൂട്ടി വെക്കുന്ന ഈ ഉണങ്ങിയ ഇലകളാണ് ഇതിൻ്റെ ചുവട്ടിലോട്ട് നല്ല പോലെ നമ്മൾ ഇട്ട് കൊടുക്കുക. മുളകിനെ പ്രത്യേകിച്ച് ഇതുപോലെ പുത ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ പുത വാരി ഇട്ടിട്ട് ചെടിയുടെ ചുവട്ടിലോട്ട് ചൂട് കിട്ടാത്ത വിധത്തിലും ഇലകളുടെ മേളിൽ വരാത്ത പോലെയും ഒക്കെ ചെയ്യണം. അപ്പം മുറ്റം അടിച്ചു വരുന്നതൊക്കെ ആയതുകൊണ്ട് പറമ്പിൽ നിന്ന് വരുന്ന ഇലയല്ലല്ലോ. അപ്പം ചിലപ്പം മുട്ടായി കടലാസോ അങ്ങനെയൊക്കെ ഉള്ളത് വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റിയിട്ടോണം. അപ്പം ഞാൻ ഇത് ഇടുമ്പം ചിലപ്പം നിങ്ങളത് കാണുന്നുണ്ടെങ്കിലും ഞാൻ വീണ്ടും ഈ പ്ലാസ്റ്റിക്കിൻ്റെ അംശം ഇതിനകത്ത് കണ്ട അന്നേരമാണെങ്കിലും മാറ്റി കൊടുക്കും കേട്ടോ. അപ്പം ഇതേപോലെ നല്ല പോലെ ചെടിയുടെ ചുവട്ടിലേക്ക് പുതയിട്ട് കൊടുക്കുക. കണ്ടോ, ഇതിനകത്ത് ഇതൊരു ഓർക്കിഡിൻ്റെ തൈ അവിടെ കിടന്നാണ്ടോ താഴെ പോയത്. ഇത് കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കുമായിരുന്നു ഞാൻ. പണ്ടൊക്കെ ആൾക്കാർ പറയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതൽ നഷ്ടപ്പെട്ടു പോകത്തില്ലെന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെയാണ്. ഇത് ആറ്റുനോറ്റിരുന്ന് കുറച്ച് വെച്ച് 10 രൂപ 15 രൂപ ഒക്കെ വെച്ചിട്ട് ലാഭം പിടിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം പിന്നെ അത് നഷ്ടപ്പെട്ടു പോകാൻ പറ്റുമോ? അതുകൊണ്ടാണ് നമ്മളെ തേടിയത് തിരികെ വരും. കണ്ടോ, ഈ പ്ലാസ്റ്റിക് ചാക്കിൻ്റെ ഭാഗമാണ്. ഇല വാരി വെക്കാനായിട്ടൊക്കെ ആണെങ്കിൽ പോലും എടുക്കുന്ന ചാക്കിൻ്റെ മോൾവശമൊക്കെ കീറി പോകുന്നതൊക്കെയാണ്. അപ്പം നല്ലപോലെ പുതയിട്ട് കൊടുത്തു. ഇപ്പം ഈ സമയം ആയതുകൊണ്ട് ഞാൻ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. അതുപോലെ പച്ചമുളക് തക്കാളി നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മൾ എപ്പോഴും സ്യൂഡോമോണാസ് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഞാനിപ്പോൾ ഇതിനകത്ത് ഡോളമൈറ്റ് വളങ്ങൾ എല്ലാം കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ വെയിലാറുന്ന സമയത്ത് വൈകുന്നേരം പോലുള്ള സമയത്ത് സ്യൂഡോമോണാസ് 20 ഗ്രാം വെള്ളത്തിനകത്ത് കലക്കി ഈ ചെടിയുടെ ഇലകളിലെല്ലാം നല്ലതുപോലെ തളിച്ചു കൊടുക്കും. അത് നിങ്ങൾക്കും ചെയ്യാം. ഇപ്പം ഈ ഉടനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്താലും ഒരു 4-5 ദിവസത്തിന് ശേഷം ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ചെയ്തു കൊടുക്കാൻ മറന്നു പോകരുതേ. കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ ഒരേ ഗ്രോ ബാഗിലും ഒരേ പാത്രത്തിനകത്തും തുടർച്ചയായി നമുക്ക് വീണ്ടും പച്ചക്കറികൾ നട്ടു വളർത്താൻ സാധിക്കും. ഇപ്പം എനിക്കാണെങ്കിൽ ഇവിടെ വളരെ കുറഞ്ഞ സ്ഥലം മാത്രമേ ഉള്ളൂ. അതിനകത്ത് വെക്കാനായിട്ട് കുറച്ച് പാത്രങ്ങളും ഗ്രോ ബാഗുകളും മാത്രമാണുള്ളത്. അപ്പോഴും നമുക്ക് നമ്മുടെ ആവശ്യത്തിലും അതിലേറെയും പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് ഇതേപോലെയൊക്കെ മണ്ണിനെ വീണ്ടും സെറ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ്. അപ്പം തുടക്കക്കാരായ കൃഷിക്കാരും അല്ലെങ്കിൽ അതേപോലെ നമ്മൾ അടുക്കളത്തോട്ടം ചെയ്യുമ്പം ടെറസിലും ഗ്രോ ബാഗുകളിലും ഒക്കെ നമ്മൾ വളർത്തുന്നവർ ഈ വീഡിയോ കണ്ട് ഇതിലേപോലെ ചെയ്താൽ നിങ്ങൾക്കും നല്ല വിളവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.